പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന സമയത്ത് കുറേ കമ്മിറ്റികൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ കാണാറുണ്ട് അല്ലേ. ഏത് ഈ കമ്മിറ്റിയെ നിർദ്ദേശിച്ചത് ആരാണ്, നിയോഗിച്ചത് ആരാണ്, പിന്നെ ഇതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു, ദ്വിതലം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്, ത്രിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ള കൺഫ്യൂഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് കുറച്ചൊന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം കോഡിലൂടെ. കോഡല്ല. അപ്പോൾ ഒന്നാമത്തത് നമുക്ക് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ് നോക്കാനുള്ളത്. അതെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ്. അപ്പോൾ ആ പേരിൽ നിന്നും നമ്മൾ എന്തെടുക്കുന്നു, അത് എന്തിനാണ് ശുപാർശ ചെയ്തത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ബൽവന്ത് റായ് മേത്ത, അപ്പോൾ 3 പേരുകൾ കൂടിയതാണ് അത് അല്ലേ. അപ്പോൾ ത്രിതല പഞ്ചായത്തിന് നിർദ്ദേശം കൊടുത്തത് ഈ കമ്മിറ്റിയാണെന്ന് ഈ പേരിലൂടെ നമുക്ക് ഓർത്തു വെക്കാം. ഇനി രണ്ടാമത്തത്, ആ പേരിൽ നിന്ന് തന്നെ ബൽവന്ത് എന്ന് പറയുമ്പോൾ ബന്ദ് എന്ന് കിട്ടുന്നുണ്ടല്ലോ അല്ലേ. ഈ ബന്ധുള്ള സമയത്തൊക്കെ അവരവരുടെ പാർട്ടിക്കാർ ജനപ്രതിനിധികൾ നമ്മുടെ അടുത്ത് വന്ന് പറയും അല്ലേ, ബന്ധാണ്, നിങ്ങൾ സഹകരിക്കണം, നമുക്ക് ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ നടത്തുന്നത്, അങ്ങനെയൊക്കെ പറയില്ലേ. അപ്പോൾ ബന്ദ് എന്ന് പറയുന്ന സമയത്ത് ജനപ്രതിനിധികൾ നേരിട്ട് വരിക എന്നുള്ളത് ഒന്ന് ഓർക്കുക. അപ്പോൾ ഇതിലുള്ള ഒരു ശുപാർശയാണ് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ നേരിട്ട് തിരഞ്ഞെടുത്തവർ ആവണം എന്നുള്ളത്. ഈ 3 എണ്ണം എന്ന് പറയുന്നത് ഒന്ന് ഗ്രാമപഞ്ചായത്തും, പിന്നെ ഉള്ളത് ഗ്രാമസമിതിയും, പഞ്ചായത്ത് സമിതിയും, പിന്നെ ബ്ലോക്ക് പഞ്ചായത്തുമാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രാമപഞ്ചായത്തിലേക്കുള്ള പ്രതിനിധികൾ നേരിട്ട് തിരഞ്ഞെടുത്തവരായിരിക്കണം എന്നുള്ളത് ഇതിൻ്റെ ഒരു ശുപാർശയാണെന്ന് ഓർത്തു വെക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത് പഞ്ചായത്ത് രാജിനെ കുറിച്ച് പഠിക്കാനല്ല വന്നത്. അവർ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നൊരു ശുപാർശ ഈ പഠനം കഴിഞ്ഞതിന് ശേഷം മുന്നോട്ട് വെച്ചതാണ്. അവർ പഠിച്ചത് NES നാഷണൽ എക്സ്റ്റൻഷൻ സർവീസും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും CDPനെ കുറിച്ചും അതിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും പഠിക്കാനാണ് വന്നത്. അങ്ങനെ അതിൽ ശുപാർശ ചെയ്ത ഒരു കാര്യമാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഇത് വന്നത് പഞ്ചായത്ത് രാജ് വന്നത്, ആ രാജ് എന്നുള്ള പദത്തിൽ നിന്ന് തന്നെ രാജസ്ഥാൻ ഓർക്കുക. രാജസ്ഥാൻ നാഗൂർ ജില്ലയിലാണ് അത് വന്നത്. നെഹ്റു ആണ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത കമ്മിറ്റി പറയുന്നത് സന്താനം കമ്മിറ്റിയാണ്. സന്താനം എന്ന് പറയുന്നതിൽ തന്നെ ധനമുണ്ട് അല്ലേ. അപ്പോൾ പഞ്ചായത്ത് രാജിൻ്റെ ധനകാര്യ പ്രവർത്തനങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് സന്താനം കമ്മിറ്റി വന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് അശോക് മേത്ത കമ്മിറ്റി. അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ത്രിതലമാണെങ്കിൽ അശോക് മേത്ത എന്നുള്ള ഒരു 2 പേരുകളല്ലേ കാണുന്നത്. അപ്പോൾ ആ പേരിൽ നിന്നും അശോക് മേത്ത 2 പേരുകളല്ലേ. അപ്പോൾ അത് ദ്വിതലം ആണ് ശുപാർശ ചെയ്തത്, ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റിയാണെന്നുള്ളത് അതിൽ നിന്ന് കിട്ടും. പിന്നെ ശോകം എന്നുള്ളതിൽ നിന്നും ദേശായി എന്നുള്ള ആലോചിക്കുക. ശോകം ഷായി അങ്ങനെ ആലോചിക്കുക. അതായത് ജനതാ ഗവൺമെൻറ്, മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ്റാണ് ഇത് നിയോഗിച്ചത്, ഈ കമ്മിറ്റീനെ നിയോഗിച്ചത്. അപ്പോൾ അശോകം ദേശായി എന്നൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്തത് ഏതാണ്, ഹനുമന്ത് റാവു കമ്മിറ്റി. ഹനുമന്ത എന്ന് പറയുമ്പോൾ ഹനുമാനെ ആലോചിച്ചൂടെ നമുക്ക്. ഹനുമാൻ എന്ന് പറയുന്ന ആരാ? ശ്രീരാമൻ്റെ കൂടെ നടന്ന് ശ്രീരാമന് വേണ്ടി എല്ലാ കാര്യങ്ങളും ആസൂത്രണം ചെയ്ത് ആസൂത്രണ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഒരാളാണ് ഹനുമാൻ അല്ലേ. അപ്പോൾ അങ്ങനെ ആലോചിക്കുക. അതായത് ആസൂത്രണ കമ്മീഷൻ നിയോഗിച്ചതാണ് പഞ്ചായത്ത് രാജിൻ്റെ ആസൂത്രണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഹനുമന്ത് റാവു കമ്മിറ്റി എന്ന് ആലോചിക്കുക. GVK റാവു കമ്മിറ്റി അടുത്തത്. അപ്പം റാവു എന്ന് പറയുന്ന ഒരു റാ അതിലില്ലേ, റാ ഇങ്ങനെ വളഞ്ഞിരിക്കുക. എങ്ങനെയാ, ദാരിദ്ര്യമായിട്ട് ഒരുപാട് പട്ടിണിയൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ റാ പോലെ ഇങ്ങനെ വളഞ്ഞു പോകുക അല്ലേ. അപ്പോൾ അങ്ങനെ റാവു എന്ന് ആലോചിക്കുന്നാൽ റാ ദാരിദ്ര്യം എന്നാലോചിക്കുക. അപ്പം ദാരിദ്ര്യ ലഘൂകരണം, പട്ടിണിയൊക്കെ ഉണ്ടായിട്ട് ദാരിദ്ര്യ ലഘൂകരണവും ഗ്രാമവികസനമൊക്കെ പരിശോധിക്കാൻ വേണ്ടി, അതിനുള്ളൊരു പഠനത്തിന് വേണ്ടി ആസൂത്രണ കമ്മീഷൻ നിയോഗിച്ചതാണ് GVK റാവു. അടുത്തത് LM സിംഗ്വി കമ്മിറ്റിയാണ്. സിംഗ് എന്നുള്ളതിൽ നിന്ന്, സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, പാട്ട് പാടുകയെന്നല്ലേ. അപ്പോൾ പാട്ട് പാടുന്നതിന് നമ്മൾ എന്തെങ്കിലും ശോകമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര വിഷമമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു ജീവൻ വെക്കാൻ വേണ്ടിയല്ലേ, നമ്മൾ വീണ്ടും ഒന്ന് പുനരുജ്ജീവൻ വെക്കാൻ വേണ്ടിയാണ് നമ്മൾ പാട്ടൊക്കെ കേട്ട് നമ്മളൊന്ന് ഫ്രഷ് ആവും അല്ലേ. അപ്പോൾ സിംഗ്വി കമ്മിറ്റി എന്തിനാ വന്നതെന്ന് വെച്ചാൽ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ, അതായത് പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളുടെ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് LM സിംഗ്വി കമ്മിറ്റി വന്നത്. അപ്പോൾ സിംഗ് എന്ന് ആലോചിക്കുമ്പോൾ വീണ്ടും ഒരു സന്തോഷിക്കാൻ വേണ്ടി ഒരു പുനരുജ്ജീവനം അല്ലേ, നമുക്കൊരു ജീവൻ കിട്ടിയ പോലെ അല്ലേ, പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കും നമ്മൾ. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. അത് രാജീവ് ഗാന്ധി ഗവൺമെൻറ്റാണ് നിയോഗിച്ചത് എന്നുള്ളതും ഒന്ന് ഓർത്ത് വെക്കുക. അടുത്തത് ഏതാണ്, PK തുങ്കൻ കമ്മിറ്റിയാണ് അടുത്തത് വരുന്നത്.
തുങ്കൺ എന്നാലോചിച്ച് നോക്ക്. ഗൺ, അതിലൊരു ഗണ്ണില്ലടാ. തുങ്കൺ കമ്മിറ്റി, ഗൺ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എപ്പോൾ വരുന്ന ചോദ്യം, ഭരണഘടനാ പദവി നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണെന്ന് വെച്ചാൽ PK തുങ്കൺ കമ്മിറ്റിയാണ്. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഭരണഘടനാ പദവി. അപ്പോൾ പദവി എന്ന് പറയുന്നത്, ഗണ്ണൊക്കെ പിടിച്ചിങ്ങനെ നിൽക്കുക എന്ന് പറയുന്ന ഒരു പദവിയല്ലേ അല്ലേ? പാർലമെന്റിന്റെ മുന്നിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ പോകുന്ന സമയത്തൊക്കെ ഗണ്ണൊക്കെ പിടിച്ചൊരു പദവി. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഈ ഗണ്ണിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ അതൊരു പദവിയാണ്. അപ്പോൾ ഭരണഘടന പദവി നിർദ്ദേശിച്ചു എന്നുള്ളത് ഓർക്കുക. രണ്ടാമത്തത് പാർലമെന്ററി സബ് കമ്മിറ്റിയാണ് ഇതിന് നിയോഗിച്ചത് എന്നുള്ളത് ഓർക്കുക. പാർലമെന്റിന്റെ മുന്നിലൊക്കെ ഗണ്ണ് പിടിച്ചുള്ള ആൾക്കാരെന്ന് ആലോചിക്കുക. ഭരണ രാഷ്ട്രീയ ഘടനകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, പഞ്ചായത്ത് രാജിന്റെ ഘടനയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കമ്മിറ്റി വന്നതെന്ന് ആലോചിക്കുക. അപ്പോൾ പദവി എന്ന് പറയുന്നത്, ഗണ്ണൊക്കെ പിടിച്ച് നിൽക്കുക എന്ന് പറയുന്ന ഒരു പദവിയാണ് എന്നുള്ള ആലോചിച്ചാൽ തന്നെ ഭരണഘടനാ പദവിക്ക് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണെന്ന് വെച്ചാൽ തുങ്കൺ കമ്മിറ്റി ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെ എക്സ്ട്രാ ഉള്ളത് ഒരു ഗാഡ്ഗിൽ കമ്മിറ്റി ഉണ്ട്, ഒരു സാദിഖ് അലി കമ്മിറ്റി ഉണ്ട്. ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നത് നാഗൂർ ജില്ലയിൽ രാജസ്ഥാനിലാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ആ രാജസ്ഥാനിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ പരാജയപ്പെട്ടു. അപ്പോൾ എന്തുകൊണ്ട് ഇത് സാധിച്ചില്ല, ഈ പഞ്ചായത്ത് രാജ് പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് അവിടെ സാധിച്ചില്ല എന്നുള്ളത് നോക്കാൻ വേണ്ടി, അതായത് പ്രവർത്തനങ്ങൾ എങ്ങനെ പരാജയപ്പെട്ടു എന്നുള്ളത് പഠിക്കാൻ വേണ്ടി വന്നതാണ് സാദിഖ് അലി കമ്മീഷൻ. അപ്പോൾ സാധിക്കാത്തത് എന്താണ് എന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ്, രാജസ്ഥാനിൽ എന്തുകൊണ്ട് സാധിച്ചില്ല നോക്കാൻ വേണ്ടിയാണ് സാദിഖ് അലി കമ്മീഷൻ എന്നുള്ളത് ഓർക്കുക. അടുത്തത് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. അപ്പോൾ പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ എങ്ങനെ കാര്യക്ഷമമാക്കാം എന്നുള്ളതാണ് ഗാഡ്ഗിൽ കമ്മിറ്റി. ഒരുപാടൊന്നും ചോദിച്ചു കണ്ടിട്ടില്ല അതിന്. പിന്നെ INC ആണ് നിയോഗിച്ചത് എന്നുള്ളതും ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എന്തിനു വന്നു, ആര് നിയോഗിച്ചു എന്നൊക്കെ ഉള്ളത് സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. ഒരുപാട് ഇതിനുള്ളിൽ ഒരുപാട് പഠിക്കാനുണ്ട്. അത് വേറെ തന്നെ ക്ലാസ് ആയിട്ട് എടുക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.